സർ, ട്രംപ് കാട്ടിക്കൂട്ടുന്നതൊന്നും നമുക്ക് എന്താ പറയുക അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ട്രംപ് അങ്ങനെയാണ്, ലോക പോലീസാണ് ഞങ്ങളെ ആർക്കും തകർക്കാൻ കഴിയില്ല, അമേരിക്കയാണ് ഏറ്റവും വലിയ രാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൈനിക തലത്തിലും എല്ലാ തലത്തിലും അമേരിക്കയെ വെല്ലാൻ മറ്റാർക്കും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് അങ്ങ് വിഹരിക്കുകയാണ് വല്ലാതെ. ഇപ്പൊ ട്രംപ് വെനിസ്വേലയോട് കാണിച്ചതിൽ പല രാജ്യങ്ങളും അത് അംഗീകരിക്കാൻ പല രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ട്രംപിനെ ആര് പിടിച്ചു കെട്ടി? ഇങ്ങനെ ഒരു നേതാവിനെ, അയാൾ തെറ്റുകാരനോ അല്ലേ, അത് പിന്നീടുള്ള കാര്യമാണ്. ഒരു നേതാവിനെ കൊണ്ടുവരുന്ന രീതിയിലല്ല വെനിസ്വേലയുടെ പ്രസിഡന്റിനെ കൊണ്ടുവന്ന് കണ്ണ് കെട്ടി, വാ പൊത്തിപ്പിടിച്ച്, പിന്നെ കൈ കെട്ടി, അങ്ങനെയൊക്കെ ഒരു കൊടും കുറ്റവാളിയെ പോലെയാണ് ഒരാളെ, ഒരു പ്രസിഡന്റിനെ, ഒരു സ്ഥാനത്തിരുന്ന ഒരു പ്രമുഖനായ ഒരാളെ കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ട്രംപിനെ ഇങ്ങനെയൊക്കെ കാണിച്ച നാളെ ട്രംപിന്റെ അവസ്ഥ ഇതിലും, കാരണം ട്രംപിന്റെ മേൽ ഒരുപാട് കുറ്റങ്ങളുണ്ട്, പലതും കോടതികളിൽ നിലനിൽക്കുന്ന കുറ്റങ്ങളാണ്. ട്രംപിനും നാളെ ഇതേ അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഈ അവിടെ കംസന് കൃഷ്ണനെ വധിക്കാൻ കാത്തിരുന്ന് ഒരു പെൺകുട്ടിയെ എടുത്ത് തല പാറയിൽ അടിച്ച് കൊല്ലാൻ തുടങ്ങിയ സമയത്ത് ഒരു അശരീരി ഉണ്ടായത് ഓർമ്മയുണ്ടോ? ഹരേ ദുരാചാര നൃശംസ കംസ തവാന്തകൻ ഭൂമി തലേ പിറന്നതല്ല. ഇവിടെ ആളിരിപ്പുണ്ട്. ഇരട്ടച്ചങ്കമുള്ളൊരൊറ്റ ലോക നേതാവേ ഉള്ളൂ ഇവനെ കൈകാര്യം ചെയ്യാൻ, അതായത് നമ്മുടെ നരേന്ദ്രമോദി. മിക്കവാറും അത് സാധിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കുറച്ച് കൂടി പോകുന്നുണ്ട്. ഇയാൾക്ക് വട്ട് പിടിച്ചെന്ന് തോന്നുന്നു. വയസ്സായിട്ട് വട്ട് പിടിച്ചാലോ, കള്ളു കുടിച്ച് വട്ട് പിടിച്ചതാണോ ആയിരിക്കുന്നില്ല. എന്തായാലും ബുദ്ധി കൊണ്ട് വട്ട് പിടിച്ചാവാൻ സാധ്യതയില്ല. എന്താന്ന് വെച്ചാൽ അതൊട്ടുമില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും ദുഷ്ചെയ്തികൾ ചെയ്യും. ഇയാളാരെന്ന ഇയാളുടെ വിചാരം? അയാൾ എന്താ നേരത്തെ നമ്മളോടെല്ലാം പറഞ്ഞത്? അവിടെ മയക്കുമരുന്ന് കാർട്ടൽ വളരെ സജീവമാണ്, അതുകൊണ്ട് മയക്കുമരുന്നിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി അവതാരമായിട്ട് ഞാൻ അങ്ങോട്ട് പോകും. ഇപ്പോൾ ഇയാളെ പിടിച്ചോണ്ട് പോയി. ഇയാളുടെ ഭാര്യ എന്ത് ചെയ്തു? ഭാര്യയും കണ്ണു കെട്ടി പിടിച്ചോണ്ട് പോയി. ഇവൻ ആരാ? അപ്പം ദുരാചാരം ചെയ്തു. അയാളുടെ സ്ത്രീ പീഡനമാണെന്ന് ചെയ്തത്. അവരെന്തിനാ പിടിച്ചോണ്ട് പോയത്? അവർക്ക് അവരുടെ വീട്ടിൽ താമസിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാത്തത് ഇയാൾ പിടിച്ചു കെട്ടിക്കൊണ്ട് പോയി. ഇയാൾ ആരാ ഇയാൾക്ക് തിട്ടൂരം കൊടുത്തത്? ആര് കൊടുത്തു ഇയാൾക്ക് തിട്ടൂരം? ദൈവം കൊടുത്തോ? ഈ ഖമൈനിയെ പോലെ ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്തോ അധികാരത്തിൻ്റെ ഈ പ്രമത്തത കാണിക്കുന്നത്? അമേരിക്കയുടെ പ്രസിഡന്റാണെന്നും പറഞ്ഞ് ലോകത്ത് 200ഓളം രാജ്യങ്ങളുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഇല്ലാത്തതും ഉള്ളതുമായിട്ട്. അവർക്കെല്ലാം പരമാധികാരമുണ്ട്. ഒരു പരമാധികാര രാജ്യത്തിൽ കയറി തെരഞ്ഞെടുത്ത ഒരു പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ഇയാൾ വലിയ ഉപകാരമായിരുന്നു. മറ്റു മതങ്ങളിലുള്ളവരെ എല്ലാം കൊല്ലുന്ന ബംഗ്ലാദേശിൽ കയറിയിട്ട് അവിടുത്തെ മുഹമ്മദ് യൂനക്കിനെ പിടിച്ചുകൊണ്ട് പോയ എത്ര ലോകത്തിന് ഉപകാരമായിരുന്നു. പാകിസ്ഥാനിൽ പോയിട്ട് അവിടുത്തെ പട്ടാളപരമാണെങ്കിൽ തൂക്കിയെടുത്തുകൊണ്ട് ഇതുപോലെ പോയായിരുന്നെങ്കിൽ ലോകത്തിൽ ഭീകരത കുറഞ്ഞു. ഇതൊന്നും ചെയ്യാതെ ഇപ്പോൾ ഇയാളുടെ ഭരണാധികാരി, അവരുടെ രാജ്യത്തെ കാര്യങ്ങൾ അവർക്ക് നോക്കാൻ പ്രാപ്തിയുണ്ട്. ഇയാൾ മോശമായിട്ടുള്ളത് കാണിക്കുകയാണെങ്കിൽ ജനങ്ങൾ തൂത്തെറിയും. എന്നിട്ട് രസം എന്താണെന്ന് കേൾക്കണം. അവിടുത്തെ ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, ഒരു സ്ത്രീ വനിത. അവർ പോയി പ്രവർത്തനം നടത്തുന്നത് എവിടാ? അങ്ങ് നോർവേയിൽ ഓസ്ലോയിൽ ഇരുന്നു കൊണ്ടാണ് പ്രതിപക്ഷ പ്രവർത്തനം, നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലെ. കാര്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട് തന്നെ, അത് ശ്രദ്ധിക്കണം. ഇതേ ഒരു പരിപാടി ഇന്ത്യയിൽ നടത്താൻ വേണ്ടിയാണ് ട്രംപിനെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ എല്ലാം ക്ഷണിച്ചുകൊണ്ടിരുന്നത് വിദേശത്ത്. വാ ഇവിടെ ജനാധിപത്യം സ്ഥാപിക്കും. എന്നിട്ട് മോദിയെ ഇതുപോലെ കണ്ണും കെട്ടി പിടിച്ചുകൊണ്ട് അമേരിക്കയെ കൊണ്ടുപോയി ഇട്ടിട്ട് ഇയാൾ കയറി പ്രധാനമന്ത്രിയായിട്ട് ഇങ്ങനെ ഇരിക്കണം. അല്ലാതെ തെരഞ്ഞെടുപ്പിൽ കൂടെ ജന്മത്തിൽ ജയിക്കാൻ പോകുന്നില്ല എന്ന് ഇയാൾക്കറിയാം. അതുകൊണ്ട് ഇയാൾ സന്തോഷിക്കുന്നുണ്ട് ഇപ്പോൾ, രാഹുൽ ഗാന്ധി. അതെ, സന്തോഷിക്കുന്നുണ്ട്. ഇപ്പോൾ അതിങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇതിപ്പോൾ നോക്കൂ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന്. ഇയാളുടെ കള്ളത്തരം കൂടെ, വങ്കത്തരം കൂടെ നോക്കിക്കോളൂ. ഇയാൾ പറഞ്ഞ കള്ളക്കടത്ത് കൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഏറ്റവും ഒടുവിൽ ഇയാൾ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെട്രോൾ റിസർവ് ഉള്ള രാജ്യമാണ് വെനിസ്വേല. ഇത്രയും പട്ടിണി കിടക്കുന്ന ഈ രാജ്യം ശരിയായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. ആ രാജ്യത്തെ പെട്രോളിയം ഇൻഡസ്ട്രി മുഴുവൻ ഞങ്ങളാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് അവിടുത്തെ പെട്രോളല്ല. ഇതാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ അതേ കൊളോണിയൽ നയം. അവർ ഇന്ത്യയിൽ വന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കി. ഞങ്ങളാണ് ഈ രാജ്യത്തെ റെയിൽവേ ഉണ്ടാക്കിയത്, റോഡ് ഉണ്ടാക്കി. അതുകൊണ്ട് ഇവിടുത്തെ മുതലെല്ലാം ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ കൊണ്ടുപോകണം. അങ്ങനെയാണ് അവർ ഡാക്ക മസ്ലിൻ പോലുള്ള ഇന്ത്യയിലെ പട്ടുനൂൽ വ്യവസായം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അവരുടെ തുണി കൊണ്ടുവന്ന് ഇന്ത്യയിൽ വിട്ടത് ഓർമ്മയുണ്ടോ? അതിനെതിരെയാണ് ഗാന്ധിജി സ്വദേശി പ്രസ്ഥാനം തുടങ്ങിയത്. മനസ്സിലായില്ലേ? അതുപോലൊരു അവസ്ഥയിൽ ആ പെട്രോൾ മുഴുവൻ ഇങ്ങേർക്ക് അങ്ങ് വേണം. ചൈനയ്ക്ക് കൊടുക്കുന്നുണ്ട്, ഇവരെ ഇഷ്ടപ്പെടുന്നില്ല. അമേരിക്കയ്ക്ക് ഇവരുടെ 1ാം സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള പേടി. ചൈനയ്ക്കും റഷ്യയ്ക്കും ഇറാനും എതിർപ്പുണ്ട്. പക്ഷേ എതിർപ്പിൽ വാക്കുകളിൽ മാത്രമേ അവർ പ്രകടിപ്പിക്കുന്നുള്ളൂ. അവരാരും മുതിരില്ല. പക്ഷെ ഒരു നാൾ വരും, അന്ന് ട്രംപ് ഇമാതിരി 50% ചുങ്കവും ചുമത്തി പോവുകയാണെങ്കിൽ ഇരട്ടച്ചങ്കുള്ള നരേന്ദ്രമോദി തന്നെ ഇടപെടേണ്ടി വരും.
ഇത് തീരുമാനം ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല. വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള വിധത്തിൽ ട്രംപിനെ ചെക്ക്മേറ്റ് ചെയ്യും, വേണ്ടി വരും. വേറെ ആർക്കും ഇതിന് കഴിവില്ല എന്നുള്ളതാണ് സത്യം. വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ പോലൊരു ഓപ്പറേഷൻ വേണ്ടി വരും. ഒരു സംശയവുമില്ല. അമേരിക്കയിൽ ജനാധിപത്യം സംരക്ഷിക്കാൻ, ഇയാളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് അമേരിക്കയെ രക്ഷിക്കാൻ ട്രംപ് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. മോദി വേണ്ടി വരും. സോറി, മോദി തെറ്റിപ്പോയി, ക്ഷമിക്കണം. രണ്ട് ധ്രുവങ്ങളിലാണ്. രണ്ട് ധ്രുവങ്ങളിലാന്നുള്ളത് ഭൂമിശാസ്ത്രപരമായിട്ടും സ്വഭാവം കൊണ്ടും ശരിയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് ഇതുകൊണ്ട് തീർന്നില്ല. അടുത്ത വരാൻ കൊളംബിയയെ വാൺ ചെയ്തിരിക്കുക. കൊളംബിയ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എപ്പോഴും പോകുന്ന സ്ഥലം കൂടാ. ആ സ്ഥലത്ത് വാൺ ചെയ്തിരിക്കുക. കൊളംബിയയില് എന്താ ഉണ്ടെന്നാ പറയുന്നതെന്ന് അറിയാമോ? കൊളംബിയയിലെ അവിടെ പിന്നെ അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു മയക്കുമരുന്നുണ്ട്, കൊക്കൈൻ. അതെ, കൊക്കൈൻ മിൽസ് എന്ന് പറയുന്ന മില്ലുകളുണ്ട് അവിടെ. കൊക്കൈൻ ഉണ്ടാക്കുക അവരുടെ ജോലി. ഇത് അമേരിക്കക്കാർ കഴിക്കുന്നതുകൊണ്ടല്ലേ അങ്ങോട്ട് കയറ്റി വിടുന്നത്. നിങ്ങൾ കഴിക്കാതിരിക്കും. നിങ്ങളുടെ രാജ്യത്തെ ആളുകളുടെ കാര്യം നോക്ക്. മയക്കുമരുന്നിൻ്റെ അടിമകളായിട്ട് അവർ മാറാൻ നിങ്ങൾ നോക്കുക. ഇത് സമ്പന്ന രാജ്യമല്ലേ. പിന്നെ ഇവിടെ കൊളംബിയയെയും അതുപോലെ തന്നെ വെനിസുലയെയും ഒക്കെ കുറ്റപ്പെടുത്തി, ബ്രസീലിനെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? അവർ നിയന്ത്രിക്കണം, ഉപഭോഗം നിയന്ത്രിക്കണം, പോലീസ് കർശനമാക്കണം. നിങ്ങളുടെ വീര്യമൊക്കെ, ഈ ഡെൽറ്റ ഫോഴ്സ് കാണിച്ച വീര്യമൊക്കെ നിങ്ങളുടെ രാജ്യത്തെ ആളുകളോട് കാണിക്കുക. എന്താ വയ്യാത്ത? അതിന് ഈ രാജ്യങ്ങളെ തന്നെ ആക്രമിക്കും. അടുത്ത കൊളംബിയ, അത് കഴിഞ്ഞാൽ ക്യൂബ. ഇനി രാഹുൽ ഗാന്ധി എപ്പോഴാണ് ട്രംപങ്ങളെ അടുത്ത ഞങ്ങൾ ഇന്ത്യയിലോട്ടൊന്ന് വരണേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വന്നു കഴിഞ്ഞാൽ അവൻ്റെ അവസാനത്തെ വരവായിരിക്കും അത്. പിന്നെ വേറൊരു രാജ്യത്തും പോകത്തില്ല. ഞാൻ വരണമെന്നാണ് പറയുന്നത്. അമേരിക്കയുടെ അവസാനത്തെ യാത്രയായിരിക്കും. ഇപ്പോൾ വിയറ്റ്നാമിൽ പോയി പഠിച്ചു, അഫ്ഗാനിസ്ഥാനിൽ പോയി പഠിച്ചു. അന്നേരമേ ഉള്ളായിരുന്ന പാഠങ്ങൾ, ആ പഠിച്ചതെല്ലാം ഇപ്പം മറന്നുപോയി. അതാണ് ഇങ്ങനെ പോകുന്നത്. ഇത് വെനസുലയിൽ വൻപിച്ച എതിർപ്പുണ്ട്. പൗരന്മാരെല്ലാം അതിനെ എതിർക്കുകയാണ്. ഇതുപോലെ രാഹുൽ ഗാന്ധിയെ പോലെ പാര വെക്കാൻ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു അവിടെ, ഒരു സ്ത്രീ പ്രതിപക്ഷ നേതാവ്. അതുപോലെ ഇയാളെ പോലെ രാജ്യത്തങ്ങ് ഇരിക്കാതെ വിദേശത്ത് കറങ്ങി രാജ്യത്തിനെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇതിന് കാരണക്കായി. ആ സ്ത്രീ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ റെഡിയാണ് അധികാരത്തിലേറാൻ. സാമ്യം നോക്കിക്കോണേ. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഈ മോദിയെ പിടിച്ച് കെട്ടി കണ്ണും കെട്ടി ഇങ്ങനെ കൊണ്ടുപോയാൽ, കപ്പലെ കയറ്റി കൊണ്ടുപോയാൽ ഉടനെ ഞാനായിക്കോളാം, ഞാൻ സുഖം പരിപാടിയല്ലേ. അതാണ് ഇവരുടെയൊക്കെ ഗൂഢാലോചന എന്ന് പറയുന്നത് കേട്ടോ. ഇത് അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇപ്പം മനസ്സിലായോ? ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലായോ? മയക്കുമരുന്നിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവിടെ നിന്നുള്ള എണ്ണ മുഴുവൻ ഊറ്റിയെടുത്ത് അവസാനത്തെ തുള്ളിയും കൊണ്ടുപോയി അതിനു വേണ്ടി നടത്തിയ ആ ഉർവരഭൂമിയാക്കി, ഇതെന്ന സ്ഥലത്തെ ഊഷരഭൂമിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള, അതെന്ന് പറഞ്ഞാൽ ഊറ്റിയെടുക്കുക. ഈ നമ്മൾ കേട്ടിട്ടില്ലേ, ഈ എന്താ പറയുന്നത്, റബ്ബറൊക്കെ വെട്ടുമ്പോഴേ കടുംവെട്ടെന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ റബ്ബറിൻ്റെ ലാറ്റക്സ് അല്ലെങ്കിൽ പാല് മുഴുവൻ ഊറ്റിയെടുക്കുന്ന പരിപാടി, അത് മുഴുവൻ ഊറ്റിയെടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് സമ്പത്തുണ്ടാക്കി അമേരിക്കയെ നമ്പർ 1 വെനസുലയുടെ ചെലവിൽ. ക്യൂബയും എല്ലാം ഇനി ഈ ലിസ്റ്റ് വരുന്നുണ്ട്. ഇന്ത്യ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മതഭീകരവാദം ഉള്ള രാജ്യങ്ങളല്ല, മറിച്ച് സമ്പന്നമായിട്ട് ഓയിലുള്ള രാജ്യങ്ങളാണ് ഇവരുടെ ലക്ഷ്യം. അത് മുഴുവൻ കടത്തുകയാണ് ലക്ഷ്യം. ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓയിലില്ലാത്ത എന്തായാലും നന്നായില്ലേ. അല്ല, എന്നാലും നരേന്ദ്രമോദി ഇരിക്കുന്നിടത്തോളം കാലം ഈ മാതിരി ഉടായ്പം കാണിച്ചുകൊണ്ട് ഇന്ത്യയിൽ വന്ന 2 കാലിൽ നടന്നു പോകില്ല ട്രംപ്. ഒരു കാര്യം കൂടെ വിശദീകരിക്കണം. അതായത് ഓയിലുള്ള രാജ്യങ്ങളെല്ലാം ഇല്ല, ഓയിലുള്ള രാജ്യങ്ങൾ ഇവർ ചോദിക്കുമ്പോൾ കൊടുത്തോണം. ഇല്ല, ഷാജഹാൻ ഷെയ്ഖിനെ പോലെ മുർഷിദാബാദിലെ അയാൾ വലിയൊരു സുൽത്താനായിട്ടിരുന്നു കൊണ്ട് അയാൾ വിളിച്ച ഉടനെ അവിടെയുള്ള സ്ത്രീകളെല്ലാം ചെല്ലണം, അല്ലെങ്കിൽ ഭർത്താക്കന്മാരെയൊക്കെ തല്ലിക്കൊല്ലും. ആ ഒരു സ്ഥിതിയിലാണ്. അപ്പോൾ ഇയാൾ ചോദിച്ച ഉടനെ ഓയിൽ കൊടുത്തോണം, ഈ രാജ്യങ്ങളെല്ലാം സപ്ലൈ ചെയ്തോണം. മഡൂറോ പറഞ്ഞ ഞാനിപ്പോൾ സൗകര്യമില്ല, ചങ്കൂറ്റമുള്ള ഒരു നേതാവായിരുന്നു. അതുകൊണ്ടാണ് അയാളെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. മിക്കവാറും വധശിക്ഷ കൊടുക്കും. അവിടെ കൊണ്ടുപോയിട്ട് ഇയാൾ അത് ചെയ്ത് ഇതിനാണോ പ്രയാസം, തൂക്കിക്കൊല്ലും. അതിനുവേണ്ടി തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. മനസ്സിലായോ? കാത്തിരുന്ന് കാണാമെന്നല്ല, ഇയാൾ ആരായതും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഇയാൾ എങ്ങനെ ചെയ്യാൻ ഇയാൾ ആരുവാ? ഈ ചോദ്യം വരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.